അപ്പൊ ഞാനിതാ എന്റെ പുതിയ ഫോളോവറും എന്റെ കൂട്ടുകാരും കമ്പനികാരുമായിട്ടുള്ള യാത്രയാണ് ഇനി അങ്ങോട്ട്. അറിയാത്ത നാട്ടിൽ എന്നെ സ്നേഹിക്കുന്നവരുടെ കൂടെ. ഓ, വേറൊരു മൂഡ് തന്നെയാണ് പുള്ള അങ്ങോട്ട്, അല്ലേ? നേരം വെളുത്തു. ഇടയ്ക്കിടയ്ക്ക് ഒരുത്തതാ കടന്നു ഡെഡ് ബോഡി ആയിട്ട്. നല്ല വ്യൂ, വാഴത്തോട്ടം, കുലക്കാത്ത വാഴ നോക്കിയിരിക്കുക. കൂട്ടുകാരെ, ഞാൻ ഇപ്പൊ നിക്കുന്നത് ഇന്നേ വരെ ഞാൻ കാണാത്തൊരു സ്ഥലത്താണ്. അതും എൻ്റെ ഫോളോവറിന്റെ വീട്ടില്. ഫോളോവർ മിസ്സത് തുണിയൊക്കെ മടക്കത്തേക്കും ചിരിക്കുന്നു. നല്ല കാഴ്ച. ഇതാണ് ചെക്കൻ്റെ വീട്. മാഷാ അല്ലാഹ്, നല്ല ഭംഗിയുള്ള വീട്. ചുറ്റും കാണാൻ നല്ല അടിപൊളിയാ. രാവിലെ തന്നെ ഒന്ന് ഇറങ്ങി നടക്കാനുള്ള പരിപാടികൾ. രാവിലെ തന്നെ ജസ്റ്റ് ഒന്ന് മുഖം കഴുകിയാണ് ഇറങ്ങിയത്. നോക്കിയിരിക്കുന്നത് താടി മീശക്കെടുത്തേക്ക് കുറച്ച് ചൊറുക്ക് വെച്ചു. താടി ചെടുത്തേക്ക് കുറച്ച് ചൊറുക്ക് വെച്ചു. ഫുള്ള് റബ്ബറും തോട്ടം. ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞൊക്കെ വെട്ടി തെളിച്ചത്. പാരമ്പര്യമായിട്ടുള്ളാവൂല്ലേ? സ്വന്തമായിട്ട് വാപ്പാക്ക് ജിമ്മുള്ളവരാ, എന്നിട്ട് പെരേ കിടന്നു പറഞ്ഞ. ഓനൊക്കെ വാണ്ട പണി എന്താണ്? തല്ലണ്ടേ? നമ്മളായിരിക്കണം. മസിലൊക്കെ ഒരു പരിവായിട്ടുണ്ടാവും. ഇതെന്താ പറഞ്ഞ്? അതെ, ഇങ്ങോട്ടൊക്കെ നിങ്ങൾ തറവാട് അങ്ങനെ ഇതില് ഇതോ ആപ്പ അറിയുമ്പോ പഞ്ചായത്ത്. ഓ, മൂത്താപ്പ ചിക്കല്ലേ ഇത്? സാധനം ആയിക്കണോ? ആവുമല്ലോ, നല്ല പഴുപ്പ് വേണം. അപ്പത്തിന് എന്തെങ്കിലുമൊക്കെ കൊത്തിക്കൊണ്ടാവും. ഇപ്പുറത്ത് അന്ന് കയറി ഇതാ പിന്നെ ഇതൊരു കുളം ഉണ്ട്. ഇതാണ് കുളത്തിന് അങ്ങോട്ട് പോയി വെക്കാണ് വെറുതെ. മിസ്സബിന്റെ നാട്ടിലെ കുളം പോയി നോക്കട്ടെ. വാണിയമ്പലം പാറ, അതെന്താ സംഗതി? പാറയാണോ അതോ സ്ഥലപ്പേരാണോ അതോ എന്താണ്? വലിയ പാറ, പാറയുടെ മേലമ്പലം. അത്യാവശ്യം ഫേമസാ. ചിലപ്പോ വല്ല സ്റ്റോറിയോ ഫോട്ടോസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ കാണാനേ വഴിയുള്ളൂ. ഞാൻ പാറയുടെ മേൽ കയറണമെങ്കിൽ റിസ്ക് മൊത്തം നമ്മളത്. മണികരത്തെ ചെരുപ്പാണ്. നിന്റെ ചെരുപ്പ് ആരടിച്ചോണ്ട് പോയി? ഞാൻ വേറൊരുത്തന്റെ ചെരുപ്പ് എടുത്ത് ഞാനും വരട്ടെ, വരുന്നവനോട് വരട്ടെ. അവനക്ക് വേറെ പുത്തൻ ചെരുപ്പ് ഞാനോട് വാങ്ങിക്കൊടുക്കും. പക്ഷേ നല്ല രാജസ്ഥാനി വെച്ചിട്ട് എന്റെ ചെരുപ്പ് അടിച്ചോണ്ട് പോയന് എന്ത് കാര്യം കണ്ടിട്ട് അടിച്ചോണ്ട് പോയെന്നാണ്. ക്രോപ്സ് മുഴുവനായിട്ട് പൊട്ടിയില്ല. മുഴുവനായിട്ട് പൊട്ടനെ വെച്ച് കാത്തിരുന്നേന്ന് ഞാനായി. അത് പൊട്ടിയില്ലടോ. അതിന് പിന്നെ അടിച്ചോണ്ടല്ലോ. ഇനി
പുറത്തേക്ക് പോകുന്ന വഴിയിലെത്തിയിട്ടുണ്ട്. ഇറങ്ങി നോക്കട്ടെ. ഇങ്ങനെ ഏതോ കാട്ടുകൂടെ ഒക്കെ പോകുന്നു. മിസബിന്റെ നാട്ടിലെ കുളം. മിസബ്, സജാദ്, മൂസിന്, ഇവർ 3 പേരുമാണ് എൻ്റെ ഹീറോസ് ഇപ്പോഴത്തെ. മിസബ്, സജാദ്, മൂസിൻ, ഇവർ 3 പേരുമാണ് എൻ്റെ ഹീറോസ്. ഫുള്ള് റബ്ബർ അല്ലേ? ചെത്ത് കുറവുണ്ടോടാ? മറ്റേ ചെത്തിന് ഇത് വെച്ചിട്ടില്ലല്ലോ, കപ്പ് വെച്ചിട്ടില്ല. ഓ ടൈമൊക്കെ ഉണ്ടാവൂലേ? ചെക്കമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. റബ്ബറിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആ കോണ്ടാക്ട് എന്ന് പറഞ്ഞോടത്തെ. അപ്പൊ നമ്പറുമായി ബന്ധപ്പെടുക. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ, റബ്ബറുമായിട്ട് വല്ല ആവശ്യക്കാരോ റബ്ബറിനെ കുറിച്ച് അറിയാനോ, റബ്ബറുമായിട്ടുള്ള ഡീലിങ്സ് എല്ലാം നമ്മൾ മിസ്സബിന്റെ ഡാഡി ഡീൽ ചെയ്തിരുന്ന പറയണവൻ. ഇതെന്താ മണ്ണൊക്കെ പോയിട്ട് സ്ഥലം. അപ്പൊ നായ പിന്നാലെ അങ്ങനെ ഓടിക്കഴിഞ്ഞാല് ഓടാനുള്ള ത്രാണിക്കില്ല കേട്ടോ. വെള്ള കുന്നും മലയും കയറി ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് എത്തിക്കണ്. അവിടുത്തെ നായ്ക്കളൊക്കെ പക്ഷെ മണികരത്തെ അത് മറക്കൂല. അതൊരു ഓട്ടം ഓടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ കുളത്തിന്റെ അക്കത്തെത്തി. ഇതാണ് പറഞ്ഞ കുളം. ഈ കുളത്തിന്റെ പേരെന്താ? കള്ളാടി. കല്ലാടി അതാ കള്ളാടിയോ? കള്ളാടിക്കുളം. കുളം കൊള്ളാലോടാ. വള്ളം നല്ലതല്ലേ? ആവോഗാമ എന്താ? ഞാൻ ആവോഗാമെന്നാ കേട്ടു. എവിടെ? ഓ അതെ. ഫോക്കസ് ചെയ്ത എവിടെ എടുക്കണോ? വെള്ളത്തിക്കല്ലേ? പൊത്തിലാണോ? അതാ ഇപ്പോഴും കാണില്ല. നമുക്ക് അങ്ങോട്ട് പോവാം. ആടാ അമ്മനെ കാണിച്ചാലോ കൊടുത്തിട്ട് അവിടെ തവള കിടക്കുന്നുണ്ട്. അതിനെ കണ്ടിട്ട് അപ്പുറത്തുനിന്ന് അവിടെ നിന്നീന്ന് ആമാറിനോട് കൊടുന്നതാ തവള. ആമേതാ തവള തിരിച്ചറിയാണ്ട് അപ്പുറത്തെ കുളത്തിലോ കാണാൻ എന്തേലും ഉണ്ടോ അതില്? എന്നാ നേച്ചറായിട്ടുള്ളടത്തേക്ക് പോവാ. ഇനി ഇതൊക്കെ ചാടി കിടക്കണല്ലേ. അല്ലാ പാലോ? പാലത് അപ്പുറത്താടാ. ഇതാണ് പാലം. മോൻ്റെ നാട്ടിലെ വഴി ഓനിക്ക് തന്നെ അറിയില്ല എന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ പാലം കിടക്കുകയാണ്. സക്സസ്പരമായി നമ്മൾ പാലം ക്രോസ് ചെയ്തിരിക്കുന്നു. ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ. ഇത് കൂടെ അല്ലേ? അതാ തോട്ടു കൂടെ ഒക്കെ നടക്കുന്നു. ഇതിലൊക്കെ വെള്ളം പോക്കുണ്ടോ? ആശ മുണ്ടടക്കി കീറി. കണ്ടിട്ടുണ്ട്. എന്താ ശരിക്കും സാധനം? അതിന്റെ ഉള്ളില് എന്റെ പഞ്ഞിയുള്ള ടൈപ്പല്ലേ? അതതിന്റെ ഇല. അതൊക്കെ ഞാൻ ഇതെന്താ സാധനം ചോദിക്കുമ്പോ ഇലാന്ന് പറയണ ഈ ഇലേ. അപ്പൊ ഇലയാണ കറങ്ങിയതിന് വെച്ച് കാണും. എന്ത് ആളെ കാട്ടുണ്ട്. ഞാൻ മേലെ കറങ്ങിയെന്ന് എന്താ പറഞ്ഞത്? ഇലാന്ന് പറഞ്ഞത്.
അത് ഞാനാണ്. അതൊരു ഇല ടൈപ്പാണ്. വിത്തും ഇലയും ബാക്കിലെ വിത്ത് ഇതിലൊരു ഇല പോലെ സാധനം ഇങ്ങനെ കറങ്ങി ഇങ്ങനെ. ഇതിന്റെ ഉള്ളിലൊക്കെ വീട് കൊടുന്ന് വെക്കുക. വീടല്ലല്ലേ, വേറെന്താ ഗോഡൗൺ തോന്നുന്നു. എന്ത് ഗോഡൗൺ ഉണ്ടാക്കാൻ തോന്നുന്നു ഗൈസ്. എടുത്തോ, മാറ്റിക്കോ. അപ്പൊ ടാറ്റ ബൈ ബൈ, ഞങ്ങൾ വരുമ്പോ എടുക്കാം. എന്താ എന്തൊക്കെയാ ഉണ്ടാക്കുന്നു? ഗോഡൗൺ ആണോ ഒന്നോടാ? നല്ല പ്രകൃതി രമണീയമായ സ്ഥലം അല്ലേ. ചെരുപ്പൊക്കെ കൊയിഞ്ഞ കാണുന്നു, വള്ളിമീൻ കൂടെ ഒക്കെ തട്ടി വീണിട്ട്. ചെറുക്കൻ കറക്റ്റ് ഡാഡി ലുക്കാണ്. ഗോഡൗൺ അല്ല, ഇവിടുത്തെ റബ്ബർ കൃഷി, അതിൻ്റെ ചെറിയ ഇത് പാല് റബ്ബറാക്കുന്നത്, അതിൻ്റെതായ പ്രോസസ്സിങ് നടത്തുന്ന സ്ഥലം ആണെന്നാ പറയുന്നത്. ഇവനത് ഏതൊക്കെ കാട്ടുകൂടെ കൊണ്ടുപോകുന്നു, ഇവനിത് ഏതൊക്കെ കാട്ടുകൂടെ കൊണ്ടുപോകുന്നു. ഇത് എവിടെ എത്തിയാടാ, എങ്ങോട്ടാടാ ഈ പോകുന്നേ? എൻ്റെ അമ്മനോട് ചായ ഇപ്പൊ വരുമെന്ന് പുറത്തോട്ട് വരാന്ന് പറഞ്ഞെങ്കില് കൊണ്ടോയി കുളത്തിൽ താത്തു. ഈ പച്ചപ്പ് കാശ്മീരിലുണ്ടോന്നോ? ഏയ് അവിടെ അങ്ങനത്തെ പച്ചപ്പൊന്നുമില്ല, അവിടെ വേറെ പച്ചപ്പാണ്. അവിടെ വെറും പച്ചയാണ്. ഇത് ഉള്ളിൽ ചപ്പാണ്, പച്ച ചപ്പ്. ഇതൊക്കെ നിന്റെ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങുവോ? അതാണ്. ഇനി എത്ര കാണാൻ കിടക്കുമെന്ന് പറഞ്ഞില്ലേ? അതെ, അത് വേറെ രസാലേ സ്വന്തം നാട്ടില്. ഇത് എന്നിട്ട് മറ്റേ ഇതാണ് നമ്മളെ പാൽക്കാര് രമേശേട്ടൻ, നമ്മളെ ചായക്കടയിലെ സലീമിക്ക, അങ്ങനെ ഓരോന്നെടുത്ത് കാണിച്ചു കൊടുക്കുക. വേറെ രസാല്. അമ്പലക്കുളം എന്ന് അറിയപ്പെടുക. അങ്ങനെ കുളത്തേക്കെത്തി, ഫുള്ള് ചേർമീനു. അളിപിളിയാണ്. അവിടെ പോണ്ടാ, പോയിട്ട് കാര്യമില്ല, ഫുള്ള് അളിപിളിയാ. എത്തിട്ടെന്താ അവളത് കൂടെ തന്നെ പോരണ്ട്. ഇതെന്ത് കായേ തിന്നാൻ പറ്റാ? കഴിക്കാൻ പറ്റുമോ? കഴിച്ചാണ്ട് കാര്യം എന്തി തിന്നാൻ വന്ന് കൊല്ലാൻ നോക്കുന്നു. കായ എന്താ ചോദിച്ചേ കോല്? എന്ത് മറ്റേ നീ കഴിച്ചേ ആണ്ട്രാ? അതാണ് വല്ല വിഷായിരിക്കും ഇങ്ങോട്ട് പോന്നത്. വേണ്ട, റിട്ടേൺ നടക്കാം ഗൈസ്. ഇനി റിട്ടേൺ നടന്ന് നേരെ തേങ്ങ എടുക്കണം, എന്നിട്ട് നേരെ വീട്ടിലോട്ടല്ലേ. തേങ്ങ എടുത്ത ഒരേ ഓട്ടം. തേങ്ങ എടുത്തിട്ട് മുണ്ടും പൊക്കി ഇടണം എന്ന് പറഞ്ഞാണ്. മുണ്ട് തലയിൽ കൂടെ ഇട്ട് മണ്ടറന്ന് മടക്കുത്തിക്ക് തന്നെ എവിടെയെങ്കിലും കുളത്തി വലിക്കുള്ളൂ. അതാകുമ്പോ മണ്ടാ സുഖല്ലേ. നമ്മള് തിരികെ എത്തുമ്പോ ഒരു തേങ്ങ എടുക്കാന്ന് പറഞ്ഞു. തേങ്ങയുടെ അടുത്ത്